നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മുടെ വീട്ടിലെ സുധി ഫസ്റ്റ് തന്നെ പാത്രങ്ങൾ നിൽക്കാണ്. കാരണം ചോറ് വെക്കണം, നമുക്ക് ചോറില്ല രാത്രിക്ക്. കറി ഇരിപ്പുണ്ട്, വെണ്ടൈക്കറി തീർന്നു അല്ലേ. ലാസ്റ്റ് കറിയാണ്. ചട്ടി അടിക്കാൻ വേണ്ടി ഉള്ള പ്ലാനിൽ ചോറ് വെച്ചിട്ട് ചോറിട്ട് കുഴച്ച് സെറ്റാക്കി കഴിക്കാം, അതാണ് പ്ലാൻ. ആദ്യം ചോറ് വെക്കാനുള്ള പാത്രങ്ങൾ നടക്കട്ടെ. അപ്പൊ സുധി ഇവിടെ നിന്ന് പാത്രങ്ങൾ തീർക്കാണ്, എന്നിട്ട് ചോറ് വെക്കട്ടെ. രാവിലെ ബക്കറ്റിൽ വെള്ളം ഞാൻ നിറച്ചു വെച്ചിട്ടാ പോയത് ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഉണ്ടായിരുന്നു. തേങ്ങ കുക്കറിൽ ചോറിന് വിസിലടിച്ച് കഴിഞ്ഞു. ശ്രുതി തോരന് ഒരു തോരനുണ്ട്, മെഴുക്കിട്ടില്ലേ, വെണ്ടയ്ക്ക മെഴുക്കിട്ടില്ലേ, അതായത് ശ്രുതി മെഴുക്കിട്ട് ഉണ്ടാക്കുമ്പോൾ പോണ പാത്രം ദോശക്കെല്ലാണ്. ഇറക്കാൻ വേണ്ടി പറ്റൂല, കുഞ്ഞു ചീനിച്ചട്ടിയുള്ളൂ, വലിയ പാത്രത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അവിടെ വേറെ പാത്രം ഇളക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രുതി ഇതിനകത്ത് ഉണ്ടാക്കണത് നോക്കാം. പുറത്ത് നേര് പൊള്ളായിരിക്കാൻ വേണ്ടി ശ്രുതിയുടെ ട്രിക്കാണ് അടപ്പ് വെച്ച് തറഞ്ഞു നിർത്തുക. എന്റെ കാലിന് പൊള്ളി വീഴുണ്ട്. ഇതിങ്ങനെ കൂടി കിടന്നു കഴിഞ്ഞാല് വെള്ളം ഇറങ്ങും, അതാണ്. അതുകൊണ്ട് ശ്രുതി ഇങ്ങനെ കൂണാക്കി നോക്കിട്ടത് ഇളക്കി ഇതാക്കിക്കൊണ്ടിരിക്കാം. പരത്തിലെടുത്ത് വേവിച്ച് വെക്കാനുള്ള പ്ലാനാണ്. തേങ്ങ പുറത്തേക്ക് നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ അതേ കറി ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചട്ടിന്ന് പഠിക്കും അല്ലേ. തീർന്നില്ലെങ്കിൽ ബാക്കി നമ്മൾ ആദ്യം കഴിക്കും. തീർന്നാൽ അതിനുള്ളൂ, പിന്നെ ഇത് തോന്നായോന്നുള്ളൂ. നമ്മൾ രണ്ടാം കൂടി ശരിക്കും വെണ്ടയ്ക്കാണ് ബാക്കി നമുക്ക് കഴിക്കുന്നുണ്ട്. ഇതില് അത്യാവശ്യം വെണ്ടയ്ക്ക് ബാക്കി ഇഷ്ടംപോലെ കഴിക്കൂല തേങ്ങ. എന്നിട്ട് തലയിൽ കൊടുക്കും ചിക്കൻ മസാല ഇട്ടാൽ